ചില ആളുകളെ കണ്ടില്ലേ നമ്മൾ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് പോയി ആരുമില്ലാത്ത സ്ഥലത്ത് അകപ്പെട്ടു പോയി എന്നതല്ല ഉദ്ദേശിക്കുന്നത്. ചില നമ്മുടെ ക്യാമ്പസുകളിൽ, കലാലയങ്ങളിലൊക്കെ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, ചിലപ്പോൾ വീട്ടിൽ തന്നെ, ചിലപ്പോൾ കുടുംബത്തിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. താൻ പറയുന്നത് കേൾക്കാൻ ആളുകളില്ലാത്ത സാഹചര്യം വരിക, അതിന് ഒരു വിലയും കൽപ്പിക്കാത്ത സാഹചര്യം വരിക, നമ്മളെന്ത് ചെയ്താലും അത് നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരിക. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ കുറേ ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് എന്നുള്ളതിലല്ല കാര്യമുള്ളത്. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്താണ് കാര്യമുള്ളത്. നമ്മോട് കൂടെ ഇരുന്ന് സംസാരിക്കാൻ ഒരാളുണ്ടാവുക. ചിലപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്ത അഭിപ്രായമായിരിക്കാം, എന്നാലും ഒന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാവുക, അത് ആ ആളുകൾക്ക് വലിയ സന്തോഷമുള്ളതായിരിക്കും. അതൊന്നും കേൾക്കാനോ അതല്ലെങ്കിൽ പറയാനോ അയാൾക്ക് അവസരമില്ലാത്ത, ഒരു വിലയും ലഭിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിലയില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ, അതെവിടെയാണെങ്കിലും അയാളുടെ ചുറ്റുഭാഗത്തോ ആ സ്ഥാപനത്തിലോ വീട്ടിലോ എത്ര ആളുണ്ടെങ്കിലും അയാൾ ഒറ്റപ്പെട്ടവനാണ്. അത്തരം ആളുകൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. വ്യത്യസ്തമായ കഴിവുകളാണല്ലോ മനുഷ്യന്മാരെല്ലാം ഉള്ളത്. ആ കഴിവുകളെ നമ്മൾ തിരിച്ചറിയുകയും അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. അത്തരം ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാവുകയും ജീവിക്കാൻ തോന്നുകയും എല്ലാം ചെയ്യുമെന്നുള്ളതാണ് സത്യം.